അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഭാഗത്തെ ഈ സൈഡ് പ്ലീറ്റ് കറക്റ്റായിട്ട് എവിടെയാണ് എങ്ങനെയാണ് പിൻ ചെയ്യേണ്ടത്, സ്കേർട്ടിന്റെ ഏത് ഭാഗത്ത് പിൻ ചെയ്യണം. സാധാരണ സ്കേർട്ടിന്റെ ഭാഗത്ത് ചേർത്തിട്ട് കുത്താൻ പറയും. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ പിടിച്ചിട്ട് പിൻ ചെയ്യുന്ന സമയത്ത് സ്കേർട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നതിനനുസരിച്ചിട്ട് ചിലപ്പോൾ ഈ ഭാഗം ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്കേർട്ടിന്റെ പുറകിൽ നിന്ന് വലിച്ചതിന് ശേഷം സ്കേർട്ട് ടൈറ്റ് ആകുമ്പോൾ പിന്നെ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ സ്കേർട്ടിന്റെ ഈ പൊസിഷൻ വരത്തില്ല, കറക്റ്റ് ഈ പൊസിഷൻ തന്നെ നിൽക്കും. ആ പൊസിഷനും ഇതും കൂടെ പിടിച്ചിട്ട് വേണം പിൻ ചെയ്യാൻ. ഇങ്ങനെ പിൻ ചെയ്ത് ഫിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഭാഗം അനങ്ങത്തില്ല. അതേപോലെ തന്നെ ഈ ഭാഗം മാറാതെ തന്നെ നിൽക്കും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായില്ലെങ്കിൽ കമന്റ് ഇടുക. അതായത് സ്കേർട്ട് നമ്മളിപ്പോൾ സാധാരണ നോർമൽ സ്കേർട്ട് ഷേപ്പ് വെയർ ആണെങ്കിൽ കുഴപ്പമില്ല. ഷേപ്പ് വെയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അതേ പൊസിഷനിൽ തന്നെ കിടക്കും. കറക്റ്റ് ഷേപ്പിനനുസരിച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പിൻ ചെയ്ത് അങ്ങ് വിട്ടാൽ മതി. പക്ഷേ സാധാരണ നമ്മൾ നോർമൽ ഉപയോഗിക്കുന്ന അണ്ടർ സ്കേർട്ട് ആണെങ്കിൽ കാരണം ലൂസ് ആയിട്ടായിരിക്കും സ്കേർട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പിടിച്ചിട്ട് പിൻ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഈ ഭാഗമൊക്കെ ലൂസായി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്ത് ഈ ബോർഡർ പിടിച്ച് ഫിക്സ് ചെയ്താലും ഇരിക്കണമെന്നില്ല. കറക്റ്റായിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഭാഗം ഇങ്ങനെ ലൂസായി ഇളകി ഇതുപോലെ ഈ പൊസിഷനിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം നോർമൽ അണ്ടർ സ്കേർട്ട് ഉപയോഗിക്കുന്നവർ സ്കേർട്ടിന്റെ തുണിയുടെ ഒരു ഭാഗം സൈഡിൽ നിന്ന് പിടിച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഭാഗവും ഇതും കൂടെ ചേർത്തിട്ട് പിൻ ചെയ്യണം. നടക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് നടക്കാനൊക്കെ പറ്റും. ഈ ഭാഗം കൂടെ ചേർത്ത് ടൈറ്റാക്കി ശേഷം പിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോർഡറിന്റെ ഭാഗം അനങ്ങത്തില്ല. ബോർഡറിന്റെ മാത്രമല്ല ഈ പ്ലീറ്റും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ സ്കേർട്ട് യൂസ് ചെയ്യുന്ന രീതി ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് എല്ലാം പ്ലീറ്റ് ചെയ്ത് അലൈൻ ചെയ്ത് വച്ചു. അതായത് ഈ കട്ടിയുള്ള മെറ്റീരിയലിൽ നമുക്ക് ആ പ്ലീറ്റും സ്കേർട്ടിൻ്റെ ആ ഭാഗവും പിന്നെ ഈ പ്ലീറ്റിൻ്റെ അകത്ത് പോയ ഭാഗവും എല്ലാം കൂടെ ചേർത്തിട്ട് പിൻ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ കയറണമെന്നില്ല. അതായത് ഈ പോർഷൻ മൊത്തത്തിൽ കട്ടിയിലിരിക്കുന്നുണ്ടാവും. അതായത് ഈ ഒരു പിന്നിനകത്ത് ഇത്രയും പോർഷൻ, അതായത് പ്ലീറ്റിന്റെ ഭാഗവും ഈ സ്കേർട്ടിന്റെ ഭാഗവും പിന്നെ ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഭാഗവും എല്ലാം കൂടെ ഒരുമിച്ച് പിൻ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലീറ്റ് മാറ്റിയ ശേഷം ഇതിന്റെ ഭാഗത്ത് മാത്രം ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു പിൻ കൊടുക്കുക. ഈ പോർഷനിൽ അതായത് ഈ പ്ലീറ്റ് മാറ്റിയിട്ട് അപ്പോൾ നമുക്ക് ഇത്രയും തുണി ഒഴിവായി കിട്ടും. ബാക്കിയുള്ള ഇതിന്റെ ബാലൻസ് അകത്ത് പോയിരിക്കുന്ന ആ പോർഷനും സ്കേർട്ട് മാത്രമേ മതി. അപ്പോൾ അവിടെ അത് മാത്രം പിൻ ചെയ്ത് വിട്ടേക്കുക. പുറത്ത് വരത്തില്ല, കാരണം നമ്മൾ ഇതിന്റെ അകത്തുള്ള പോർഷനിൽ കൂടെ ചേർത്തിട്ടാണ് പിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇളകി വരത്തതില്ല.